മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചീനി അതായത് കപ്പ ഇട്ടു. കപ്പയ്ക്ക് അവസാനമായി നമ്മളൊരു വളം ചെയ്യുകയാണ്. അതായത് പിഴുന്നതിന് മുമ്പായിട്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കപ്പയ്ക്ക് വളങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് കഴിഞ്ഞൊക്കെ ചുവട് മാന്തി രാസവളങ്ങളൊക്കെ ഇടാറുണ്ട്. അതിവിടെ നമ്മൾ പ്രസ്താവിക്കുന്നില്ല. പകരം ഇതിപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കപ്പയാണ്. ഇതിപ്പം 3 മൂട് കപ്പ ഞാൻ ഇട്ടുള്ളൂ. ഈ 3 കൂട് കപ്പയ്ക്ക് അവസാനമായിട്ട് ഞാൻ ചെയ്യുന്ന വളമാണ്. അതിനുശേഷം ഇനിയിപ്പോൾ വളം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ വളർച്ചയുടെ കാലഘട്ടമാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ വളത്തിൽ നിന്നാണ് ഈ കിഴങ്ങുകളൊക്കെ ധാരാളമായിട്ട് പിടിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ ഏത് വിളകളായാലും ഞാനിപ്പോൾ ഇതിൻ്റെ ചുവടൊക്കെ നിങ്ങൾ നോക്കിയാട്ടെ, ഇതിൻ്റെ ചുവടൊക്കെ ഞാൻ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ടിരിക്കുകയാണ്. കാരണം ഇടയ്ക്ക് 2-3 വേനൽ മഴയൊക്കെ പെയ്ത് ഒന്ന് തറഞ്ഞായിരുന്നു. മണ്ണൊക്കെ ഇളക്കിയിട്ടു. മണ്ണൊക്കെ ഇളക്കിയിട്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന വളം എന്ന് പറഞ്ഞാൽ ഈ ചാരം മാത്രമാണ് ഒന്ന് ചേറി കൊടുക്കുന്നത്. ചാരം ഒന്ന് ചേറി കൊടുക്കുക നോക്കുക. അപ്പോൾ ഈ ചാരം ഞാൻ ചേറി കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നമ്മളിതിന് വളം ചെയ്യത്തില്ല. ചീനി വളർന്ന് നിൽക്കുകയാണ്. ഇനിയും അത് പറിക്കുന്ന ഒരു താമസമേ ഉള്ളൂ. ഏതാനും മാസങ്ങളുടെ കഴിഞ്ഞാൽ ഈ ചീനി പൂർണ്ണമായി വിളയും. അപ്പോൾ ചീനി വിളയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നോക്കാണ്ട് ഇതിൻ്റെ ഇലകൾ താഴെ മുതൽ മേളിൽ വരെ ഇലകളുണ്ട്. അപ്പം ഈ ചീനി വിളവാകും തോറും ചുവട്ടിലെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് പഴുത്ത് കൊഴിഞ്ഞ് മേപ്പോട്ട് പോകും. അങ്ങനെ ഒരു പരിധി വരെ പോകുന്നുണ്ടേ പൂർണ്ണമായിട്ടും ചീനി വിളഞ്ഞു, കിഴങ്ങുകളൊക്കെ പാകമായി, പറിക്കാൻ പാകമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ഈ ചാരം വിതറി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ചീനിയുടെ ഇലയുടെ അടിഭാഗത്തുമൊക്കെ വെളുത്ത പൊടി പോലെ ഒരു സാധനം ഉണ്ട്, അതെന്തുവാണെന്ന്. നമ്മുടെ ഒരു അഭിഹിതാകാംക്ഷി, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു സംശയത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്. അപ്പോൾ ഇത് ചിലപ്പോൾ മുഞ്ഞയാവാനുള്ള സാധ്യതയുണ്ട്. ചീനിയിലയിൽ മുഞ്ഞ വന്നിട്ട് നമുക്കറിയാമല്ലോ. മുഞ്ഞ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ അടിഭാഗത്ത് വന്ന് പറ്റിക്കൂടിയതിന് ശേഷം ഈ ഇലകളുടെ നീര് വലിച്ചു കുടിക്കും. അങ്ങനെ നീര് വലിച്ചു കുടിക്കുന്ന ആ ഇല അങ്ങ് ശുഷ്കിച്ചു പോകും. അങ്ങനെ ഇലകൾ ശുഷ്കിക്കുന്നുണ്ട് ചീനിയുടെ ആരോഗ്യം അങ്ങ് നഷ്ടപ്പെടുകയും കിഴങ്ങ് പിടുത്തം കുറയുകയും ആ ചീനിയുടെ വളർച്ച മന്ദീഭവിച്ച് നമുക്ക് പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കപ്പ ഇടുമ്പോഴെല്ലാവരും പറയുന്നുണ്ട്, ചാരം നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം. കഴിയുമെങ്കിൽ ഈ മുഞ്ഞയുടെ ആരംഭമൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് വിതറി കൊടുക്കുന്നതും നല്ലതാണ്. അപ്പം നമ്മൾ ചാരം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഞ്ഞ വരാനുള്ള സാധ്യതയില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കമ്പ് നടാൻ വേണ്ടിയുള്ള മാതൃസസ്യത്തിൻ്റെ കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ മുഞ്ഞയൊക്കെ ഉള്ള മാതൃസസ്യത്തിൻ്റെ തണ്ട് നടാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ പിന്നെ മറ്റൊന്നും നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ കറ്റാർവാഴയുടെ ജെല്ലിനകത്തൊക്കെ ഇത് മുക്കി ഒന്ന് വെക്കുന്ന നല്ലതാണ്. അതുപോലെ സൂഡാമോണസിൻ്റെ ലായനി നട്ടതിന് ശേഷം തളിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അതൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പം നമ്മൾ ഇതൊക്കെ നട്ട് കഴിഞ്ഞ് നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാവും. പിന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യമുള്ളത്, നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു കൃഷി ചെയ്യുന്നത്. കാരണം നമ്മളതിൻ്റെ വിത്തുണ്ടാക്കുന്നു, അത് കിളിർപ്പിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അതിന് വളം മേടിച്ചിടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം, നമ്മൾ ഈ നടുന്ന വിത്ത് നല്ല രീതിയിൽ കിളിർത്ത് അത് നല്ല വിളവ് തരുന്നതായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിചരിക്കാനുള്ള ഒരു ഉൾപ്രേരണ നമുക്കുണ്ടാകും. അങ്ങനെ അതിനെ പരിചരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ നല്ല ഫലം ലഭ്യമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ മറ്റൊന്ന് ഉള്ളത്, ഇപ്പം കൃഷിയൊക്കെ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒക്കെ ഇതിൻ്റെ പഠനങ്ങൾ, കാരണം ഈ കൃഷിയെ സംബന്ധിച്ചില്ല, ലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ മാറുന്ന വള രീതികൾ, അതുപോലെ തന്നെ വിത്തുകളുമൊക്കെ പുതിയ വിത്തുകളുമൊക്കെ വന്നിറങ്ങുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ പുതിയ അറിവുകൾ നമ്മൾ ശേഖരിക്കണം. അപ്പം ഒരാളെന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, അപ്പോൾ സ്കൂളിലും കോളേജിലും പോയി പഠിക്കുന്നത് മാത്രമല്ല വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ, ഏതൊരു വിഷയത്തെപ്പറ്റി മനസ്സിലാക്കുന്നതും അത് ആ വിദ്യ ആർജിക്കുകയാണ്, ആ വിദ്യ അഭ്യസിക്കുകയാണ്.
അപ്പോൾ പുതിയ പുതിയ അറിവുകൾ ശേഖരിക്കുന്നത് നമ്മുടെ മരണം വരെ നടക്കേണ്ട ഒരു പ്രക്രിയയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നാളിതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് ഇതുവരെയുള്ള പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും അംഗീകാരങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല നല്ല സന്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുന്നുണ്ട്. ആ കമൻറ്റുകൾ നമ്മുടെ കൃഷിക്കാർക്ക്, നമ്മുടെ ഇതുപോലെ കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്യുന്നവർക്ക് പ്രചോദനം നൽകുന്ന കമൻറ്റുകൾ ഇടുന്നുണ്ട്. അങ്ങനെ കമൻറ്റുകളിടുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. ഒപ്പം നമ്മൾ ഈ വളം ഇട്ടു, ഈ വളം നമ്മൾ മണ്ണുമായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് ഞാൻ അടുത്തതായി ചെയ്യുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പം ഇത് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇടയ്ക്കൊക്കെ ഒരു 10-15 ദിവസം കൂടുന്നുണ്ടേ മഴ പെയ്യാതിരിക്കുന്ന സമയങ്ങളാണെങ്കിൽ കടലപ്പിണ്ണാക്ക് ലയിപ്പിച്ച ലായനി ഓരോ കപ്പ് വീതം നമുക്കിതിൻ്റെ ചുവട്ടിലൊന്ന് തളിച്ചു കൊടുക്കാം. അതൊരു നല്ല കാര്യമാണ്. കടലപ്പിണ്ണാക്ക് ശരിക്കും ലയിച്ചതിന് ശേഷം അരിച്ചെടുത്ത് വേണം തളിക്കാൻ, ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും. അങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാനാണ് കടലപ്പിണ്ണാക്ക് ലയിപ്പിച്ച ലായനി അരിച്ചെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്താൽ സമർത്ഥമായി വിളവ് ലഭിക്കുന്ന കപ്പ വിളവെടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് 4 മാസം കൂടെയൊക്കെ കഴിഞ്ഞെങ്കിലേ ഇതിൻ്റെ വിളവെടുപ്പ് ഇടാൻ പറ്റത്തുള്ളൂ. അന്നേരം തീർച്ചയായിട്ടും വിളവെടുപ്പ് ഞാൻ ഇടുന്നുണ്ട്. അല്ലാതെ ഈ കപ്പയ്ക്ക് വളമിടുന്നത് കാണിച്ചിട്ട് വേറൊരു കപ്പ പിഴുത് കാണിക്കുന്ന സംഗതിയൊന്നുമില്ല. ഈ വളങ്ങൾ ഉപയോഗിച്ച് ഇടുന്ന കപ്പയ്ക്ക് ഉണ്ടാകുന്ന വിളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം അല്ലാതെ ഒരു കപ്പ കൃഷി ചെയ്യുന്ന കാണിക്കുക, വേറൊരു കപ്പ പിഴുത് കാണിക്കുക, ആ രീതിയൊന്നും ഇവിടില്ല. ഇവിടെ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ട് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയ ഒട്ടനവധി ആളുകളുണ്ട്. അതിനകത്ത് പൊതുപ്രവർത്തകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, സാധാരണക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് പ്രചോദനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അല്ല ദോഷൈതൃക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമല്ല. ദോഷൈതൃക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുമല്ല. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.